ഡിസംബർ 17 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഒളിമ്പിയാസ്, വിശുദ്ധ റെബഗ, വിശുദ്ധ ഏഞ്ചൽ, വിശുദ്ധ ഫ്ലോറിയൻ, വിശുദ്ധ കല്ലാനിക്കൂസ്, വിശുദ്ധ ജുഡിച്ചേൽ. വിശുദ്ധ ഒളിമ്പിയാസ് 366-410 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഒളിമ്പിയാസ് ജീവിച്ചിരുന്നത്. പൗരസ്ത്യ സഭയിലെ വിധവകളുടെ കീർത്തിരത്നമാണ് കോൺസ്റ്റാന്റിനോപ്പിളിൽ വിശുദ്ധ ഒളിമ്പിയാസ്. സമ്പത്തും കുലീനത്വവും ചേർന്ന ഒരു കുടുംബത്തിൽ 368 ഒളിമ്പിയാസ് ജനിച്ചു. മാതാപിതാക്കന്മാർ നേരത്തെ മരിച്ചതിനാൽ പിതൃസഹോദരനായ പ്രൊക്കോപ്പിയൂസിന്റെ കീഴിൽ ഭക്തയായ തെയോഡോഷ്യയുടെ സംരക്ഷണത്തിൽ അവൾ വളർന്നു വന്നു. ചെറുപ്പത്തിൽ തന്നെ തെയോഡോഷ്യസ് ചക്രവർത്തിയുടെ ഖജാൻജി നെബ്രിദിയൂസ് അവളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് 20-ാം ദിവസം നെബ്രിദിയൂസ് ഈ ലോകവാസം വെടിഞ്ഞു. പല കാമുകരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ചക്രവർത്തി അവളെ വിവാഹത്തിന് പ്രേരിപ്പിച്ചു. എങ്കിലും ഒളിമ്പിയാസ് പുനർവിവാഹമില്ല എന്ന തന്റെ നിശ്ചയത്തിൽ ഉറച്ചു നിന്നു. പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും അവൾ ദിവസങ്ങൾ കഴിച്ചു. അവളുടെ മൃദുലമായ ശരീരം ഉപവാസം കൊണ്ട് അവൾ പീഡിപ്പിച്ചു. എളിമയും ശാന്തതയും വഴി അവൾ സ്വന്തം ഇഷ്ടത്തെ ക്രൂശിക്കുകയും ചെയ്തു. തൻ്റെ ഓഹരി തിരുസഭയ്ക്കും ദരിദ്രർക്കുമായി അവൾ ഭാഗിച്ചു കൊടുത്തു. തൻ്റെ വലിയ സമ്പത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒളിമ്പിയാസിന് നിർദ്ദേശങ്ങൾ നൽകിയത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ആയിരുന്നു. ഒളിമ്പിയസിനും ജോൺ ക്രിസോസ്റ്റമിനും പൊതുവായ ഒരു സന്യാസ ജീവിത രീതിയും ദരിദ്രരെ പരിപാലിക്കാനുള്ള ഭക്തിയും ഉണ്ടായിരുന്നു. വിശുദ്ധ എപ്പിഫാനിയൂസ്, വിശുദ്ധ പീറ്റർ സെബാസ്റ്റ്, വിശുദ്ധ ഗ്രിഗറി, നിസ്സയിലെ വിശുദ്ധ ഗ്രിഗറി എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരായ വിശുദ്ധരുമായി ഒളിമ്പിയാസിന് സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അവരെല്ലാം ഒളിമ്പിയസിന്റെ വിശുദ്ധിയെ സമാദരിച്ചതായിട്ടും കാണപ്പെടുന്നുണ്ട്. വിശുദ്ധ ക്രിസോസ്റ്റം ആയിരുന്നു ഒളിമ്പിയാസിന്റെ ജ്ഞാനപിതാവ്. ചക്രവർത്തി യുഡോക്സിയുമായുള്ള വീഴ്ചയെ തുടർന്ന് 404 ജോൺ ക്രിസോസ്റ്റം നാടുകടത്തപ്പെട്ടു. ജോൺ ക്രിസോസ്റ്റമുമായി സഹകരിച്ചതിന് ഒളിമ്പിയാസിന് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ജോൺ ക്രിസോസ്റ്റം നാടുകടത്തപ്പെട്ടപ്പോൾ ഒളിമ്പിയാസിന് ഒരു ഉപദേഷ്ടാവില്ലാതെയായി. ഒസ്താത്തൂസ് എന്ന പ്രീഫെക്റ്റും അർസാസിയൂസ് എന്ന ശിഷ്മയിൽപ്പെട്ട ഒരു മെത്രാനും അവളെ കഴിയുന്നത്ര ദ്രോഹിച്ചു. വലിയൊരു പിഴ അവൾക്കിട്ടു. അവളുടെ വസ്തുവകകൾ അന്യായമായി ലേലം വിളിച്ചു വിറ്റു. പിഴ ഈടാക്കി. അവൾ സ്ഥാപിച്ച മഠത്തിലെ കന്യാസ്ത്രീകളെയും അവളെയും മഠത്തിൽ നിറക്കി വിട്ടു. നിക്കോമേദിയയിൽ പ്രവാസത്തിലായിരിക്കെ കഷ്ടതകളെല്ലാം ആവലാതി കൂടാതെ സഹിച്ച് 420 തന്റെ 42-ാമത്തെ വയസ്സിൽ ഒളിമ്പിയാസ് നിര്യാതയായി. ഇന്നേ ദിവസം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സൂക്ഷിക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ അവ കുത്തിക്കവരും. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സംഭരിക്കുവിൻ. അവിടെ അവ നശിപ്പിക്കുന്നതിന് തുരുമ്പോ കീടങ്ങളോ കുത്തിക്കവരുന്നതിന് കള്ളന്മാരോ ഇല്ല. ഈ ലോക ജീവിതത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടി വെക്കുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാനുള്ള വിവേകം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധയായ ഒളിമ്പിയാസെ, ലോകത്തുള്ള എല്ലാ അഗതികൾക്കും വിധവകൾക്കുമായി നിരന്തരം പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.